നമുക്ക് കൊച്ചിയിൽ നിന്ന് ശരൺ ഒരു കൗതുകകരമായ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകുന്നുണ്ട്. കൗതുകകരം എന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ ചില ഗുരുതരമായ ഭാഗങ്ങളുണ്ട്. ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച ഒരു ഇതര സംസ്ഥാനക്കാരൻ്റെ പണം ഒരു SI കവർന്നു. എന്നാലോചിച്ച് നോക്കൂ, ആ SIക്ക് ഇപ്പോൾ സസ്പെൻഷൻ. ആലുവ ഗ്രേഡ് SI U സലീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മരിച്ചയാളുടെ ബാഗ് അടക്കമുള്ള വസ്തുക്കൾ ബന്ധുക്കൾക്ക് കൈമാറിയപ്പോഴാണ് പോലീസിന് കവർച്ച നടന്നതായി മനസ്സിലായത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് SI ആണിത് കവർന്നതെന്ന് സ്ഥിരീകരിച്ചത്. മുൻപും സാമ്പത്തിക ഇടപാടുകളിൽ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഈ സലീം. SS ശരൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ സലീം ഈ മരിച്ചയാളുടെ പണം അടിച്ചു മാറ്റി എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഞെട്ടലുണ്ടാവുന്നു. അയാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ആളാണ്, SI ആണ്. നേരത്തെയും ഇയാളിങ്ങനെ സാമ്പത്തിക ക്രമക്കേടൊക്കെ നടത്തിയിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട്. എന്താ വിവരം? എപ്പോഴാണ് സംഭവം? എങ്ങനെയാണ് ഈ സംഭവങ്ങൾ നടന്നത്? അരുൺകുമാർ, സാധാരണഗതിയിൽ ഇതര സംസ്ഥാനക്കാർ നമ്മുടെ നാട്ടിൽ വെച്ച് മരണമടയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ആദരവ് നൽകിക്കൊണ്ട് അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം, അതായത് തികച്ചും മനുഷ്യത്വരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ആലുവയിലെ ഗ്രേഡ് SI ആയ U സലീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. ഈ മാസം 19-നാണ് ചെന്നൈയിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലേക്ക് വരികയായിരുന്നു ഈ അസം സ്വദേശി. അങ്ങനെ അസം സ്വദേശി ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് നടത്തും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ട് ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. ഇതോടൊപ്പം തന്നെയാണ് ഇയാളുടെ പക്കലുണ്ടായിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ചുകൊണ്ട്, അത് ബാഗ് അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്, ആ വസ്തുക്കളെല്ലാം തന്നെ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെ സ്റ്റേഷനിലേക്ക് മാറ്റിയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ബാഗിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നുള്ളത് പരിശോധിച്ചതെന്നാണ്. അപ്പോൾ 8,000 രൂപ ആ ബാഗിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഈ ബന്ധുക്കൾ ഇത് ഏറ്റുവാങ്ങാനായിട്ട് ബന്ധുക്കൾ ഈ സ്റ്റേഷനിലേക്ക് വന്നിരുന്നു. അങ്ങനെ ആ ബാഗ് കൈമാറുന്ന സമയത്ത് വെറും 4,000 രൂപ മാത്രമേ ആ ബാഗിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിനൊരു സംശയം തോന്നുന്നു. അതായത് ആലുവ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുകയും ഇത് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ഗ്രേഡ് SI ആയ U സലീമാണ് ഈ ബാഗിൽ നിന്നും 4,000 രൂപ അടിച്ചു മാറ്റിയെന്നുള്ളത് കണ്ടെത്തുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾ ഇത്തരത്തിൽ ബാഗിൽ നിന്നും പണം അടിച്ചു മാറ്റുന്ന കൃത്യമായി തന്നെ പോലീസിനെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിവരം പുറത്തു വന്നതിന്, അതായത് ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടികളിൽ തന്നെ റൂറൽ പോലീസ് നീങ്ങി. ഉടൻ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി, അതായത് U സലീമിനെ പോലീസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഇയാൾക്കെതിരെ നേരത്തെയും സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇയാൾ കോതമംഗലം സ്റ്റേഷനിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിലാണ് ഇയാൾ ആലുവ സ്റ്റേഷനിലേക്ക് വന്നിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കൂടി കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെയുള്ള മറ്റു നടപടികൾ വൈകാതെ തന്നെ പരിശോധിച്ച് സ്വീകരിക്കും എന്നുള്ളതാണ് SP കരുതിയിട്ടുണ്ടാവുക. എന്തായാലും മറ്റ് സംസ്ഥാനത്തേക്ക് പോകുന്ന ഡെഡ് ബോഡിയല്ലേ, പണം പിന്നെ എന്തിനാണ് ഡെഡ് ബോഡിക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പോടുകൂടിയാണ് ഇയാൾ ഇത് ചെയ്തത്. പക്ഷേ മുകളിലിരുന്ന ഒരാളെല്ലാം കാണുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്തായാലും ഒരു കളവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പഴുതുണ്ടാകും. ആ പഴുതിൽ നിന്ന് തന്നെ, അതായത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ഇക്കാര്യം മനസ്സിലാക്കി മേലുദ്യോഗസ്ഥരെ അറിയിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തലിലേക്കൊന്നും തന്നെ എത്തില്ല എന്ന് ഒരുപക്ഷെ ഇയാൾ വിചാരിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഗ്രേഡ് SI കൂടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കോൺഫിഡൻസ് വലിയ തോതിൽ തന്നെ ഇയാൾക്ക് വന്നിരിക്കും. എന്തായാലും സ്ഥിരമായി തന്നെ ഇയാൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ നടത്തുന്ന ആളാണെന്നുള്ളൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് പോലീസ് നേരത്തെ തന്നെ എത്തിച്ചേർന്നതാണ്. ഇതിൽ പ്രധാനമായും അരുൺകുമാർ നമുക്ക് കാണാനുള്ളത്, അതായത് പോലീസിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പൗരൻ്റെ പണം അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ മൃതദേഹം അവിടേക്ക് നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പണം അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും കേരള പോലീസിന് നാണക്കേടായി അല്ലേ ശരൺ? ഈ മരിച്ചയാളുടെ കയ്യിൽ നിന്ന് പോലും പണം അടിച്ചു മാറ്റിയ ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ 99% പോലീസുകാരും സത്യസന്ധരും നല്ല മനുഷ്യരുമാണ്. ഇങ്ങനെയുള്ള ചിലത് മതി അല്ലേ ശരൺ?
അരുൺകുമാർ, തീർച്ചയായും സഹപ്രവർത്തകർ തന്നെ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു, ഇയാളുടെ പ്രവൃത്തി തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ 99% പോലീസ് ഉദ്യോഗസ്ഥരും വലിയ കൃത്യമായി തന്നെ അവർ ജോലി ചെയ്യുന്നതാണ്. നൈറ്റ് ഡ്യൂട്ടി അടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു മടിയുമില്ലാതെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്ന, മോർണിംഗ് ഡ്യൂട്ടിയിലൊക്കെ പ്രവേശിക്കുന്ന ആൾക്കാരാണ്. പല സ്ഥലങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലൊക്കെ പോയി വളരെ സാഹസികമായിട്ട് പ്രതികളെ പിടികൂടുന്ന പോലീസ് കൂടിയാണ്. അങ്ങനെ നമുക്ക് കേരള പോലീസിനെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങൾ കേരള പോലീസ് ഇതിനകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു കറുത്ത പൊട്ട്, അതായത് പോലീസിനെ സംബന്ധിച്ച് ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. എന്തായാലും റൂറൽ പോലീസ് ഇയാളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാളുടെ പ്രവൃത്തിയെ അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാ ചേട്ടാ പോലീസുകാരൻ്റെ പേര് കളയാൻ വേണ്ടി ഈ പണി ചെയ്ത്? 2000 രൂപ വേറെ ആരെങ്കിലും ചോദിച്ചെങ്കിൽ കടം വാങ്ങിച്ച് ചേട്ടൻ എടുത്തൂടെ? ഈ കാണിച്ച പണി വളരെ മോശമായി പോയി. മരിച്ചുപോയ ഒരാൾ, അതും ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ബാഗിൽ നിന്ന് പണം അടിച്ചു മാറ്റിയ ഗ്രേഡ് SI സലീമിനാണ് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. ഈ പണി കൊണ്ടൊന്നും പഠിച്ചില്ല. നേരത്തെ കോതമംഗലത്തും ഇയാൾ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നാണ്. എന്തിനാണ് ഇത്രയധികം പൈസ? ഇങ്ങനെ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര അത്യാഗ്രഹം പാടുണ്ടോ? മൃദുഭാവേ ദൃഢകർമ്മ എന്നല്ലേ കേരള പോലീസിൽ നല്ല ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ പേര് കളയിപ്പിക്കാൻ വേണ്ടിയിട്ട് മോശമായി പോയി.